ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ഡബിൾ സെഞ്ചുറിയും ട്രിപ്പിൾ സെഞ്ചുറിയും സ്വന്തമാക്കി ചരിത്രം തിരുത്തുകയാണ് ഹൈദരാബാദ് താരമായ തന്മയ് അഗർവാൾ. ഹൈദരാബാദും അരുണാചൽ പ്രദേശും തമ്മിൽ ഏറ്റുമുട്ടുന്ന രഞ്ജി ട്രോഫി മത്സരത്തിലായിരുന്നു ഈ റെക്കോർഡ് പ്രകടനം. കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ അരുണാചൽ പ്രദേശ് വെറും 172 റൺസിന് ഓൾ ഔട്ടായിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ ഹൈദരാബാദ് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. കളിയുടെ ആദ്യ ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 48 ഓവറിൽ ഒരു വിക്കറ്റിന് 529 റൺസ് എന്ന നിലയിലാണ് ഹൈദരാബാദ്. അവരുടെ ഓപ്പണർമാരായ തന്മയ് അഗർവാളും രാഹുൽ സിംഗും കത്തിക്കയറുകയായിരുന്നു. വെറും 160 പന്തിൽ പുറത്താവാതെ 323 റൺസുമായി തന്മയ് ബാറ്റിംഗ് തുടരുകയാണ്. 33 ബൗണ്ടറിയും 21 സിക്സറും ഇതിനോടകം താരം നേടിക്കഴിഞ്ഞു. 201 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് താരം ബാറ്റ് ചെയ്യുന്നത്. ക്രിക്കറ്റ് ലോകത്തെ പല റെക്കോർഡുകളും ഇതിനോടകം താരം പേരിലാക്കി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും താരത്തിന്റെ പേരിലായി. 119 പന്തിലായിരുന്നു താരത്തിന്റെ ഡബിൾ സെഞ്ചുറി. അത് ട്രിപ്പിൾ സെഞ്ചുറിയിലേക്ക് എത്തിക്കാൻ താരത്തിന് വേണ്ടി വന്നത് 147 പന്ത് മാത്രമാണ്. അതോടെ ഇത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ലോക റെക്കോർഡായി മാറി. 21 സിക്സറുകൾ അടിച്ചെടുത്തതോടെ ഒരു ഫസ്റ്റ് ക്ലാസ് ഇന്നിംഗ്സിൽ ഏറ്റവും അധികം സിക്സർ നേടുന്ന താരമായും തന്മയ് മാറി. മാത്രമല്ല, താരം നോട്ട് ഔട്ട് ആയതിനാൽ ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ മറ്റ് പല റെക്കോർഡുകളും താരം തകർത്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഹൈദരാബാദിന്റെ മറ്റൊരു ഓപ്പണറായ രാഹുൽ സിംഗ് 105 പന്തിൽ 185 റൺസ് നേടി. 26 ബൗണ്ടറിയും 3 സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. അതിവേഗ ഡബിൾ സെഞ്ചുറിയിലേക്ക് താരം എത്തുമെന്ന് കരുതിയെങ്കിലും അവിചാരിതമായി താരം ഔട്ടായി. എന്തായാലും ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ രഞ്ജി മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു.